ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സിൻ്റെ ഡ്രൈനെസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിട്ട് നമ്മളുടെ കമൻസിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് ലിപ്സ് ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കണ്ടോ, എൻ്റെ ചുണ്ടുതേ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നമ്മളുടെ ഇതുപോലെ ഡ്രൈനെസ് ഉള്ള നല്ല എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന നമ്മളെ ലിപ്സ് മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പാടുകളൊന്നും ഇല്ലാണ്ട് കീറലൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ലിപ്സ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലിപ്സിന് നല്ല കളർ കിട്ടാനുള്ള ഒരു സിമ്പിൾ റെമഡി കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ റെമഡിയിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. ഇതൊരു 3 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്, ഒരു വലിയ സ്പൂൺ പാൽപ്പൊടി. പിന്നെ മുട്ടയുടെ വെള്ള, മഞ്ഞ നമുക്ക് വേണ്ട, മുട്ടയുടെ വെള്ള മാത്രം ഒരു വലിയ സ്പൂൺ എടുക്കുക. ഇതിന് ശേഷം നമുക്കത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു പേസ്റ്റ് പോലത്തെ പരുവത്തിലാക്കണം. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, ഇത്ര മതി. ഇനി ഒരു 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മളുടെ പാക്ക് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് വെക്കണം. വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാം. അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവുമല്ലോ, അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ പ്രാവശ്യം 5 മിനിറ്റ് കൂടുമ്പോൾ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മളൊരു 3-4 ഡേയ്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു വട്ടം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ സമയത്തൊന്നും മിണ്ടാണ്ടിരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചുണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നാണെങ്കിലും വരളും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് റീഅപ്ലൈ ചെയ്ത് ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 25 മിനിറ്റ് ശേഷം ഒരു പാട പോലെ നമ്മുടെ ലിപ്സിൽ കാണാം. അതിനുശേഷം ഒരു ബേബി ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലിപ്സ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ തുടച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഡ്രൈനെസ് മാറി ആ നല്ലൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഡ്രൈനെസ് ഒക്കെ മാറിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ലിപ്സ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന് ശേഷം നമുക്കൊരു ബാം പോലെ ഒരെണ്ണം അപ്ലൈ ചെയ്യാം. ഇതെല്ലാം നൈറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം, ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു പീസ് ബട്ടറാണ്. ഒരു 25 ഗ്രാമോളം ബട്ടർ, 2 വൈറ്റമിൻ ഇ ക്യാപ്സൂള്, പിന്നെ ഏതെങ്കിലും ഫ്രൂട്ട്, ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ മാതള എടുത്തിരിക്കണേ, അതല്ലെന്നിട്ട് സ്ട്രോബെറി ആണെങ്കിലും മതി. അതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ 2 സ്പൂണേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് മൂന്നും കൂടെ, വൈറ്റമിൻ ഇ ക്യാപ്സൂളും ബട്ടറും നമ്മളുടെ ഈ ഫ്രൂട്ട് ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാവുന്ന ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഒരു സ്പൂണിൽ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ ഒരു 1-1.5 ആഴ്ചയോളം ഇരുന്നോളൂ. അപ്പോൾ ഡെയിലി നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ലിപ്സിൽ ഇതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. ആഴ്ചയിൽ ഇപ്പോൾ ഇത് ബ്രഷ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വാഷ് ചെയ്തിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ലിപ് ബാം ഇതിൽ നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യാം. ഇത് ഡെയിലി നൈറ്റ് നമുക്ക് തേച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും, നല്ല കളർ ചേഞ്ചും ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് നൈറ്റിൽ എല്ലാ ദിവസവും ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.